ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വിഷയത്തിന് പോകുന്നതിന് മുന്നേ മഴക്കെടുതി മൂലം ചൂരൽമലയിലും അതുപോലെ കേരളത്തിലെ മറ്റുള്ള സ്ഥലങ്ങളിൽ മരണപ്പെട്ടവരെ ഒരു നിമിഷം നമുക്ക് നോക്കാം. നമ്മളെപ്പോഴും കുറ്റം പറയാറുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയയുടെ വിമർശിക്കാറുള്ള നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്ന് നമ്മൾ നേരിലൂടെ കണ്ട് കുറച്ച് ദിവസങ്ങളാണ് കടന്നുപോയത്. ഒരു ഡിസാസ്റ്ററിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എത്ര റാപ്പിഡായിട്ടാണ് നമ്മൾ നടപടികൾ എടുത്തു പോയത്. പോലീസും NDRF-ഉം ഫയർഫോഴ്സും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതുപോലെ മറ്റു സന്നദ്ധ പ്രവർത്തകരും പൊതുജനങ്ങളും ഒക്കെ ചേർന്ന് ഒരു കളക്റ്റീവ് എഫേർട്ടിലെ നമ്മൾ കണ്ടത്. വി ആർ വെരി റിച്ച്, വി ആർ ബോൺ ഇൻ എ ബെറ്റർ പ്ലേസ് ഓഫ് ദിസ് വേൾഡ്. പിന്നെ പറയേണ്ട മറ്റൊരാൾക്കാരുണ്ട് അല്ലേ, അവരെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആർമിക്കാരും അതുപോലെ തന്നെ എയർഫോഴ്സുകാരും, ദേ ആർ ബോൺ വാരിയേഴ്സ്. അവരെ പറ്റി നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. എത്ര നേരം കൊണ്ടല്ലേ, 36 മണിക്കൂർ കൊണ്ടാണ് തകർന്ന ഒരു പാലം, ഒരു ഇരുമ്പ് പാലം കെട്ടിപ്പൊക്കിയത് 36 മണിക്കൂർ കൊണ്ടാണ് അല്ലേ. എത്ര പെട്ടെന്നാണ് നമ്മുടെ സംവിധാനങ്ങൾ ആ ഒരു കലാമിറ്റിയോട് പ്രതികരിച്ചത്. വി ഹാവ് സെറ്റ് ആൻ എക്സാമ്പിൾ, വി ആർ ബോൺ ഇൻ എ ബെറ്റർ പ്ലേസ് ഓഫ് ദിസ് വേൾഡ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്ന് ഈ വീഡിയോയിലൂടെ എനിക്ക് കൺവേ ചെയ്യാനുള്ള നിങ്ങളുടെ കുറച്ച് സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ഇല്ലേ. നമ്മളിപ്പോൾ എക്സാം ഡേറ്റിനോട് അടുത്ത് പോയിക്കൊണ്ടിരിക്കുക. ഏകദേശം ഒരു 14-15 ദിവസമാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത്. അപ്പോൾ ഈ ഒരു പീരീഡിൽ നിങ്ങൾക്കൊരു ഭയങ്കര മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കും നിങ്ങളെല്ലാവരും ഇല്ലേ. പഠിച്ചത് മറന്നു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ടെൻഷൻ ആവുന്നുണ്ട്, അല്ലെങ്കിൽ കിട്ടുമോ ഇല്ലയോ, അതൊക്കെ ഞാൻ ഒരുപാട് ടെൻഷൻസ് നിങ്ങളുടെ മൈൻഡിലൂടെ കടന്നുകൊണ്ട് ഞാൻ ഒരു കാര്യമേ പറയാനുള്ളൂ. ഓക്കെ, നമുക്ക് ഒരു മാസം അപ്പുറത്തുള്ള റിസൾട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ബട്ട് ആസ് ഓൾവേസ് ഐ ഹാവ് സെഡ്, വി ക്യാൻ ഡു ദ പ്രോസസ് കറക്റ്റ്ലി. ഇഫ് യു ഡു ദ പ്രോസസ് കറക്റ്റ്ലി, റിസൾട്ട്സ് വിൽ കം ടു യു. ആപ്ലിക്കേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. ഓഗസ്റ്റ് 6 രാത്രി 12 മണി വരെ 3 ഇയർ LLB-യുടെയും 5 ഇയർ LLB-യുടെയും അതുപോലെ LLM-ന്റെയും ആപ്ലിക്കേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്ത് അവസാനിപ്പിക്കുക. പിന്നെ അപ്ലൈ ചെയ്തവർ ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്നും നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറാൻ പറ്റും. എന്നും നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും അപ്ഡേറ്റ്സ് എൻട്രൻസ് കമ്മീഷണർ നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിലൂടെയാണ്. അപ്പോൾ എല്ലാവരും എന്നും രാവിലെയും വൈകുന്നേരവും ഒന്ന് കാൻഡിഡേറ്റ് പോർട്ടൽ ഓപ്പൺ ചെയ്ത് അതിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇനി തിരുത്തൽ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. വൺസ് നമ്മൾ അപ്ലൈ ചെയ്ത് ഫൈനൽ പ്രിന്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഇതുവരെ കഴിഞ്ഞ വർഷം വരെയുള്ള കാര്യം ഞാൻ പറയുന്നത്, തിരുത്തൽ പറ്റുന്നതല്ല. പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്ത ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിൽ, റിസർവേഷൻ സർട്ടിഫിക്കറ്റോ മറ്റെന്തെങ്കിലും സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മെമോ ആയിട്ട് നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ വന്ന് കിടക്കും. ഓക്കെ, മെമോ ആയിട്ട് നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ വന്ന് കിടക്കും. അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ആ മെമോന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം, എപ്പോഴും എന്നും ഡെയിലി ഒരു 2 നേരമെങ്കിലും നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ഓപ്പൺ ചെയ്ത് നോക്കുക. എന്തെങ്കിലും മെമോ വന്ന് കിടക്കുന്നതിൽ അത് അപ്ലോഡ് ചെയ്ത് അത് ക്ലാരിഫൈ ചെയ്യാം. എക്സാം ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഓഗസ്റ്റ് 18 തന്നെ പരീക്ഷ നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഈ വീഡിയോ കാണുന്നവരുടെ എല്ലാവരുടെയും എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 18 അല്ലേ. ഓഗസ്റ്റ് 18 വേണ്ടി നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഈ എക്സ്റ്റെൻഡ് ചെയ്തോട്ടെ, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഗസ്റ്റ് 18 ആണ്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് ആ ഡേറ്റിൽ എക്സാം മൈൻഡ് സെറ്റ് ചെയ്ത് പഠിക്കുക. എക്സാം സെന്റർ എങ്ങനെ അറിയാൻ പറ്റും സാർ? എക്സാം സെന്റർ നമ്മുടെ അഡ്മിറ്റ് കാർഡിലൂടെയാണ് നമുക്ക് അറിയാൻ പറ്റുക. നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ഓഗസ്റ്റ് 12 മുതൽ അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നമ്മൾ കയറി കഴിഞ്ഞ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് നമ്മുടെ കയ്യിൽ വെക്കണം. അതിൽ കൃത്യമായിട്ട് എവിടെയാണ് നിങ്ങളുടെ എക്സാമിനേഷൻ സെന്റർ, എത്ര മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും, എക്സാം ഹോളിൽ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പറയുന്നതായിരിക്കും. പിന്നെ നമ്മുടെ എക്സാം എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ എക്സാം ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും, കമ്പ്യൂട്ടർ എക്സാം എങ്ങനെയായിരിക്കും സാർ, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എൻ്റർ അടിക്കണോ, കൺട്രോൾ അടിക്കണോ, ഷിഫ്റ്റ് അടിക്കണോ, ഒക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അതൊന്നും നിങ്ങൾ ഇപ്പോൾ ആലോചിക്കേണ്ട, അതൊക്കെ പിന്നീടുള്ള വിഷയമാണ്. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട പഠനമാണ്, അത് കൃത്യമായിട്ട് ചെയ്യുക. എക്സാമുകളിൽ കയറുമ്പോൾ കൃത്യമായിട്ട് ഡെമോയും കാര്യങ്ങളെല്ലാം തരും. അവിടെ ഇൻവിജിലേറ്റർ ഉണ്ട്, അവർ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ വെറിയഡ് ആവണ്ട. ഡു ഫോക്കസ് ഓൺ ദ പ്രോസസ്.
വാട്ട് ലിവ് ഇൻ ദ പ്രസന്റ് ആൻഡ് ഇപ്പം എന്താ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. അത് അവിടെ എക്സാം ബോർഡിൽ കയറുന്ന സമയത്ത് നമ്മൾ ഡെമോ തരും. അതെല്ലാം അവിടെ ഫിക്സ് ചെയ്യാവുന്ന വിഷയം തന്നെ ഉള്ളൂ. സാർ എത്ര മാർക്ക് വേണം ഗവൺമെന്റ് സീറ്റ് കിട്ടാൻ? അതിപ്പോൾ നിലവിൽ എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറി എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് മാറിയിട്ടില്ല. ക്വസ്റ്റിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. 120 ചോദ്യം 360 മാർക്കായി. ഇതിൽ എത്ര മാർക്ക് കിട്ടിയാലാണ് ഗവൺമെന്റ് സീറ്റ് കിട്ടുക എന്നുള്ളത് ഇപ്പം എനിക്ക് നിലവിൽ പറയാൻ പറ്റില്ല. ഞാൻ പറയാനും ആഗ്രഹിക്കുന്നില്ല. ഒരു തരത്തിൽ ഞാൻ നിങ്ങളെ മിസ്ലീഡ് ചെയ്യുന്നില്ല. ഓക്കെ, ബട്ട് വൺ തിങ് യു ക്യാൻ ക്ലിയർലി ഡു ഇറ്റ്. അതിന് കൃത്യമായിട്ട് പറയാം, നെഗറ്റീവ് മാർക്സ് എപ്പോഴും കുറച്ച് നിർത്തുക. ഓക്കെ, 10 ബിലോ നെഗറ്റീവ് ആൻസേഴ്സ്. നെഗറ്റീവ് ആൻസേഴ്സ് ആണ് തീരുമാനിക്കുന്നത് ആരൊക്കെ ഗവൺമെന്റ് കയറണം കയറരുത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് മാർക്സ് ഭയങ്കര പ്രശ്നക്കാരാണ്. അവരെ ഏറ്റവും മിനിമൽ ആക്കി നിർത്തുക. 10 ബിലോ നെഗറ്റീവ് മാർക്സ് നിങ്ങൾ നിൽക്കുക. ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരട്ടെ, ക്വസ്റ്റ്യൻ പേപ്പർ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരട്ടെ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പ്രഡിക്ഷനും നടത്തി നിങ്ങൾ ഒരു തരത്തിലും എന്ത് ചെയ്യാൻ ഒരു ഇതിൽ ആക്കാൻ എനിക്ക് ഉദ്ദേശിക്കുന്നില്ല എനിക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഞാൻ മുൻപേ പറഞ്ഞുള്ള കാര്യമാണ്, ലിവ് ഇൻ ദ പ്രസന്റ്, ഫോക്കസ് ദ പ്രോസസ്. ഓക്കെ, ആ പ്രോസസ്സ് കൃത്യമായിട്ട് ചെയ്യുക. റിസൾട്ട്സ് എന്തായാലും നിങ്ങളെ തേടി വരും. ഓക്കെ, ഒരു മാസം കഴിഞ്ഞിട്ടുള്ള റിസൾട്ടിനെ പറ്റി നിങ്ങൾ വെറീഡ് ആവാനേക്കാട്ട് നിങ്ങൾ ഇപ്പം ചെയ്യേണ്ട കാര്യം, ഡെയിലി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു വിടുക നിങ്ങൾ. അപ്പോൾ ബെസ്റ്റ് വിഷസ്.